നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. കലിതുള്ളിയ പെരുമഴ ഒഴിഞ്ഞപ്പോൾ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. വെള്ളം മുക്കിയ വടക്കാഞ്ചേരി പട്ടണത്തിലെ പല വ്യാപാര സ്ഥാപനങ്ങളും ഇനിയും തുറക്കാനാകാത്ത സ്ഥിതിയിൽ. ഇരട്ടക്കുളങ്ങരയിലെ 6 കുടുംബങ്ങൾ കണ്ടിയുറങ്ങാൻ ഇടമില്ലാതായി. സങ്കടക്കടലിൽ കഴിയുന്നവർക്ക് സഹായമൊരുക്കാൻ വൈകുന്നതിൽ പ്രതിഷേധം. അടിയന്തര നടപടി സ്വീകരിച്ചു വരികയാണെന്ന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ. വില്ലേജ് ഓഫീസർ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകുന്ന മുറയ്ക്ക് ധനസഹായം ഉറപ്പാക്കും. മഴയൊഴിഞ്ഞെങ്കിലും ഡാം ജലാശയങ്ങളിലേക്ക് വലിയ തോതിൽ ഒഴുകിയെത്തുന്നു വെള്ളം. മലമ്പുഴ ചിമ്മിണി ഡാമുകൾ തുറന്നു. കൽപ്പാത്തി ഭാരതപ്പുഴ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. 4 ഷട്ടറുകൾ 3 സെന്റിമീറ്റർ വീതമാണ് മലമ്പുഴ തുറന്നത്. ചിമ്മിനിയിൽ റിവർ സ്ലൂയിസ് തുറന്ന് സെക്കൻഡിൽ കുറുമാലിപ്പുഴയിലേക്ക് ഒഴുക്കുന്നത് 6.36 ഘനമീറ്റർ വെള്ളം. സഹകരണ മേഖലയിൽ മുണ്ടത്തിക്കോട് ആരംഭിക്കുന്ന ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന് 8 കോടി രൂപയുടെ പദ്ധതി. 4 കോടി രൂപ അനുവദിച്ചതായി സേവ്യാർ ചിറ്റിലപ്പിള്ളി MLA. കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് നടപടി. കോളേജ് എത്രയും പെട്ടെന്ന് തുറക്കാൻ ഊർജിത ശ്രമമെന്നും വെളിപ്പെടുത്തൽ. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളും അവരെ പരിചരിക്കുന്നവരും ചേർന്ന് നടത്തിയ വാഴകൃഷിക്ക് ഭൂമി കനിഞ്ഞനുഗ്രഹിച്ചു നൽകിയത് 100 മേനി വിളവ്. അത്താണി അമ്പലപുരം പോപ്പ് പോൾ മേഴ്സി ഹോമിലെ അന്തേവാസികളും അധ്യാപകരും ചേർന്ന് നടത്തിയ ജൈവ വാഴകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. മെഡിക്കൽ കോളേജ് SI ശരത് സോമൻ ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂരിൽ ദളിത് യുവാവ് വിനായകന്റെ മരണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ക്ലീൻ ചിറ്റ് നൽകി ക്രൈംബ്രാഞ്ച്. പോലീസിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ച് DYSP VA ഉല്ലാസ് കോടതിയിൽ. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തത്. അന്വേഷണം നീതിപൂർവകമല്ലെന്ന് വിനായകന്റെ പിതാവും ബന്ധുക്കളും. ജില്ലയിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് വീണ്ടും മോഷണം. തിരുവില്ലാമല വില്വാദിനാഥ ക്ഷേത്രമടക്കം കൊള്ളയടിച്ചവർ കാണാമറയത്ത്. ഇരുട്ടിൽ തപ്പി പോലീസ്. ആമ്പല്ലൂർ വെണ്ടൂർ ഭുവനേശ്വരി നമ്പൂരിച്ചൻ ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിൽ നാഗരാജ പ്രതിഷ്ഠയ്ക്ക് മുന്നിലെ ഭണ്ഡാരങ്ങൾ തകർത്തു. അത്താണി പത്താഴക്കുണ്ട് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അതിവേഗം. സർവേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. റോഡ് നിർമ്മിക്കുന്നതിന് ആദ്യഘട്ടത്തിൽ അനുവദിച്ചത് 1.5 കോടി രൂപ. ജില്ലാ പഞ്ചായത്ത് 1 കോടിയും വടക്കാഞ്ചേരി ബ്ലോക്ക് തെക്കുംകര പഞ്ചായത്ത് ഭരണസമിതികൾ 25 ലക്ഷം രൂപ വീതവും ചെലവഴിക്കും. റോഡ് നിർമ്മാണം ആധുനിക രീതിയിൽ നടപ്പാക്കും. തീരാരോഗങ്ങളുടെ ദുരിതക്കയത്തിൽ കഴിയുന്നവർക്ക് ആശ്വാസ കരുതലാകാൻ CH സെന്റർ. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന നിർധന വിഭാഗത്തിൽപ്പെട്ട അർബുദ രോഗികൾക്ക് വലിയ കരുതൽ. സൗജന്യ താമസവും ഭക്ഷണവും ഉറപ്പാക്കാൻ ആധുനിക സൗകര്യങ്ങളോടെ കെട്ടിടം. 4 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. പ്രവർത്തന വിലയിരുത്തലിന് പ്രമുഖ വ്യവസായി PB അബ്ദുൽ ജബ്ബാർ മുളങ്കുന്നത്തുകാവിലെത്തി. പ്രവാസി സംഗമം നടന്നു.
മുണ്ടത്തിക്കോട് ദേവീവിലാസം LP സ്കൂളിൽ ആധുനിക പാചകപ്പുരയുടെ നിറവ്. അക്ഷരമികവിന്റെ പ്രതീകമായ സ്കൂളിന് പാചകപ്പുര സമ്മാനിച്ചത് സേവ്യാർ ചിറ്റിലപ്പിള്ളി MLA. പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചത് 10 ലക്ഷം രൂപ. ഉത്സവ നിറവിൽ ഉദ്ഘാടനം MLA നാടിന് സമർപ്പിച്ചു. ജിയോളജി വകുപ്പ് ഉരുൾപൊട്ടൽ ജാഗ്രത പ്രഖ്യാപിച്ച മാരാത്തുകുന്നകമലയിൽ അപകട ഭീതി ഒഴിഞ്ഞെങ്കിലും ജാഗ്രത കൈവിടരുതെന്ന് തദ്ദേശവാസികളുടെ യോഗത്തിൽ വിദഗ്ധ സംഘം. മേഖലയിൽ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ റോഡിന്റെ ഇരുവശങ്ങളിലും കാനകൾ നിർമ്മിക്കും. വാസയോഗ്യമല്ലാത്ത 2 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കും. നിലവിലെ സ്ഥിതിഗതികളെ കുറിച്ച് ജനങ്ങളോട് തുറന്നു പറഞ്ഞ് അധികൃതർ.